ഹലോ, അപ്പോൾ നമ്മൾ ഫ്രാങ്ക്ഫർട്ടിലെ യാത്ര തുടരുകയാണ്. എൻ്റെ ഫ്ലൈറ്റ് ഈവനിങ്ങിലായതുകൊണ്ട് തന്നെ ഞാൻ അവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്യൂ പ്ലേസസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഫുഡ് കഴിക്കുക എന്നുള്ള ഒരു മോട്ടീവായിട്ടാണ് നടക്കുന്നതെങ്കിലും ഒരു ടിപ്പിക്കൽ യൂറോപ്യൻ ഫ്ലവർ മാർക്കറ്റും അതിനോട് ചെയ്തിട്ടുള്ള ഫുഡ് സ്റ്റോൾസൊക്കെ ഒരു പുതിയ അനുഭവം തന്നെയായിരുന്നു. കുറച്ചൊന്ന് എക്സ്പ്ലോർ ചെയ്ത് മുന്നോട്ട് നടന്ന് പാർക്കിലേക്ക് നടക്കുകയാണ്. റോമർബർഗിൽ എക്സ്പ്ലോറേഷന് ശേഷം ഞാനിപ്പോൾ പോകുന്ന ഒരു ചൈനീസ് ഗാർഡനിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആക്ച്വലി കുറച്ച് ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൊന്ന് അവസാനിപ്പിക്കാമെന്ന് വിചാരിച്ച് അത് കഴിച്ച് അവസാനിപ്പിച്ചിട്ട് ഞാൻ ഈ ഗാർഡനിലേക്ക് ഇറങ്ങി. ഈ ഗാർഡൻ ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു ടിപ്പിക്കൽ ചൈനീസ് ഗാർഡനാണ്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഫെങ്ഷൂയി പ്രിൻസിപ്പിൾസ് വെച്ചിട്ട് ഈ പറഞ്ഞ പോലെ ഒരു ചെറിയ ലില്ലി പോണ്ടും ചെറിയ വാട്ടർഫോളും അതിൻ്റെ എല്ലാ പ്രത്യേകതകളും കൂടിയിട്ടുള്ള ഒരു നല്ലൊരു ആംബിയൻസോട് കൂടിയൊരു പ്ലേസ് ആയിരുന്നു. അതുപോലെ തന്നെ ചില ട്രഡീഷണൽ ആയിട്ടുള്ള പവലിയൻസ്, പിന്നെ ഡ്രാഗൺ ഫേസ്ഡ് ആയിട്ടുള്ള ചെറിയ പോർട്ടൽസ്, ട്രഡീഷണൽ ഫീച്ചേഴ്സായിട്ടുള്ള ബെൽറ്റ് ബ്രിഡ്ജ്, അങ്ങനെ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു അവിടെ. നമുക്കൊന്നൊരു കാമായിട്ടുള്ള, വിചാരിച്ചതിനേക്കാളും കുറച്ചും കൂടി ആ ഒരു കൾച്ചറൽ ഒരു മോട്ടീവ് തരുന്ന ഒരു ഇതായിരുന്നു. ഇത് ആക്ച്വലി ഒരു പ്രൊട്ടസ്റ്റിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിക്ടിംസിനുള്ളൊരു മെമ്മോറിയലായിട്ടാണ് അവിടെ സ്റ്റാർട്ട് ചെയ്തത്. ചെറിയ കേവ് പോലെ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഒന്ന് അവിടെ കയറി നോക്കി. അങ്ങനെ പരിചയമില്ലാത്ത സിറ്റി എക്സ്പ്ലോർ ചെയ്തതിൻ്റെ സന്തോഷത്തിൽ എയർപോർട്ടിലേക്ക് പോകാൻ ടൈമായി. അപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരെ ട്രെയിൻ എടുത്ത് ഡയറക്റ്റ് എയർപോർട്ട്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.